എല്ലാവരെയും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഞാൻ വെൽക്കം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു സ്പെഷ്യൽ സംഭാരമാണ്. ഇത് പണ്ടുകാലം മുതലേ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിരുന്ന ഒരു സംഭാരമാണ്. ഇത് കുടിക്കുമ്പോൾ ശരീരം തണുക്കുക മാത്രമല്ല വയറിനും നല്ല ഗുണമുള്ളൊരു പ്രോബയോട്ടിക് ഡ്രിങ്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ സംഭാരം ഉണ്ടാക്കാനായിട്ട് ഒരു മീഡിയം സൈസിലുള്ള മാങ്ങ എടുത്തിട്ടുണ്ട്. ചെറിയ പുളിപ്പുള്ള മാങ്ങയാണ് ഇത് തയ്യാറാക്കാനായിട്ട് എടുക്കേണ്ടത്. ഇതാ ഇവിടെ മാങ്ങ കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ നീക്കി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി വലിയൊരു മിക്സർ ജാർ എടുക്കാം. ഇതിലേക്ക് നേരത്തെ മുറിച്ച് വെച്ച മാങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മാങ്ങയുടെ പുളിക്കനുസരിച്ച് ഉപ്പ് വ്യത്യാസപ്പെട്ടിരിക്കും. ഇനി ചെറിയൊരു ബൗൾ നിറയെ അധികം പുളിയില്ലാത്ത കട്ടത്തൈര് ചേർത്ത് കൊടുക്കണം. മാങ്ങയ്ക്ക് പുളി കൂടുതലാണെങ്കിൽ ചേർത്ത് കൊടുക്കുന്ന തൈരിന് പുളി കുറഞ്ഞതായിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇതാ ഇവിടെ മാങ്ങ ഒരുവിധം നന്നായി തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ജാറിൽ അടിച്ചെടുത്ത മാങ്ങയും തൈരും ഇനി ഒരു പാത്രത്തിലേക്ക് പകരാം. ഞാനിവിടെ ഒരു മൺപാത്രമാണ് എടുത്തിട്ടുള്ളത്. മാങ്ങ കുറച്ചൊക്കെ അറിയാതെ കിടപ്പുണ്ട്. അത് സാരമില്ല, പണ്ടൊക്കെ മാങ്ങ ചതച്ചാണ് ചേർത്തിരുന്നത്. അതുകൊണ്ട് സംഭാരം കുടിക്കുമ്പോൾ കുറച്ചൊക്കെ മാങ്ങ കടിക്കാൻ കിട്ടുന്നത് നല്ലതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ചേരുവകൾ ചതച്ച് ചേർക്കാനുണ്ട്. 4 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ അധികം എരിവില്ലാത്ത 2 ചെറിയ പച്ചമുളകിൻ്റെ കഷ്ണങ്ങളും കുറച്ച് കറിവേപ്പിലയും അതുപോലെ ചെറിയ ഒരു ഇഞ്ചിയുടെ കഷ്ണങ്ങളും എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചതച്ചെടുക്കണം. കറിവേപ്പില ഇത്രയൊന്നും ഉപയോഗിക്കുന്നില്ല, കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതാ ഇവിടെ എല്ലാം കൂടി നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇടികല്ലിൽ വെച്ചാണ് ചതച്ചെടുത്തത്. മിക്സർ ജാറിലിട്ട് ചതക്കരുത്, അത് നല്ലതുപോലെ അരഞ്ഞു പോവും. അതുപോലെ ഇതിലെടുക്കുന്ന മുളകിന് അധികം എരിവൊന്നും പാടില്ല. എരിവ് കൂടിയ മുളകാണെങ്കിൽ വളരെ ചെറിയൊരു കഷ്ണം മുളക് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒരു തവി വെച്ച് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. തണുക്കാൻ വേണ്ടി കുറച്ച് ഐസ് ക്യൂബ്സ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ തയ്യാറാക്കിയ മാങ്ങാ സംഭാരം ഏകദേശം 3 ഗ്ലാസ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് തൈര് ചേർക്കാതെയും തയ്യാറാക്കാവുന്നതാണ്. ഈ മാങ്ങാ സംഭാരത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇതോടൊപ്പം ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ചേരുവകൾ ചതച്ച് ചേർത്തതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞ് വേണം ഇത് കുടിക്കേണ്ടത്. എന്നാലേ അതിലുള്ള ഫ്ലേവറുകളെല്ലാം ഇതിലേക്ക് അലിഞ്ഞു ചേരുകയുള്ളൂ. പച്ചമാങ്ങ സംഭാരം ഇഷ്ടപ്പെട്ടവർ ചെയ്തു നോക്കുക. അപ്പോൾ ഇനി അടുത്തൊരു പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവരോടും സ്നേഹത്തോടെ ബൈ.